സ്ക്രീൻ ഇരുണ്ടിരിക്കുന്നത് പോലെ അല്ലേ? എന്താണ് പ്രശ്നം? അത് ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8ാമത്തെ അധ്യായം, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. താരതമ്യേന നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള അധ്യായങ്ങളിൽ അല്പം ടഫ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു അധ്യായമാണ്. പക്ഷെ അത്ര ടഫൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അല്പം ശ്രദ്ധിച്ച് പഠിക്കണം എന്നേ ഉള്ളൂ ഈ അധ്യായം. താരതമ്യേന മറ്റ് അധ്യായങ്ങളെ പോലെ അത്ര ഈസി ആയിരിക്കില്ല. നമ്മൾ അല്പം കൂടെ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 1 വേർഡിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 2 മാർക്കിന്, 3 മാർക്കിന്, 8 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് വളരെ ശ്രദ്ധിച്ച് ഈ അധ്യായം പഠിക്കുക. ഇതിൻ്റെ PDF, ഈ അധ്യായത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF മലയാളവും ഇംഗ്ലീഷും ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ചില അധ്യായങ്ങളുടെ PDF ഞാൻ അയച്ചു തന്നിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ കഴിയുന്നതും നമ്മുടെ ഇതിൽ മൊബൈലിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നിങ്ങൾക്ക് ഉള്ള പരിമിതി വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സോഴ്സസ് ഓഫ് ഫിനാൻസിൽ നമ്മൾ ഫാക്ടറിങ്ങും ലീസ് ഫിനാൻസിങ്ങുമാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ നമ്മൾ 4 എണ്ണം പഠിച്ചു. ആദ്യം റീറ്റേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, അല്ലേ? ഒരു സ്ഥാപനത്തിന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് മുഴുവൻ തുകയും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അതിൽ നിന്ന് ഒരു തുക മാറ്റി വയ്ക്കുന്നു, അല്ലേ? സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചറിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ മാറ്റിവെക്കുന്ന തുക, അത്രയും തുക നമ്മൾ മാറ്റി വച്ചില്ലായിരുന്നുവെങ്കിൽ അത്രയും തുക നമ്മൾ കടം വാങ്ങിക്കേണ്ടി വരുമായിരുന്നു, അല്ലേ? അത്രയും തുകയ്ക്ക് ആവശ്യം വരുമ്പോൾ. അപ്പോൾ അത്രയും തുക നമ്മൾ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ അതൊരു ഫിനാൻസിന് ഈക്വലാണ്. അതുകൊണ്ട് അതിനൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. റീറ്റേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, അല്ലേ? കിട്ടുന്ന പ്രോഫിറ്റ് സ്ഥാപനത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അതാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ട്രേഡ് ക്രെഡിറ്റ്. എന്താണ് ട്രേഡ് ക്രെഡിറ്റ്? കടത്തിന്, അല്ലേ? ഒരു വ്യാപാരി മറ്റൊരു വ്യാപാരിക്ക് എന്ത് ചെയ്യുന്നു? വായ്പയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നു. നമുക്കറിയാം, ബിസിനസ്സിൽ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കച്ചവടക്കാർക്ക് കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. കാരണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ കച്ചവടക്കാർ പിന്നെ അയാളെന്ന് സാധനം വാങ്ങിക്കില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കടത്തിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ട്രേഡ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ 50,000 രൂപയുടെ സാധനം എനിക്ക് ഒരാൾ കടത്തിന് തന്നാൽ അയാൾ എനിക്ക് 50,000 രൂപ തരുന്നതിന് തുല്യമാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. നെക്സ്റ്റ്, മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഫാക്ടറിങ്. അപ്പോൾ ഫാക്ടറിങ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആശയമാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇവിടെ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഏജൻറ്റ്, അല്ലേ? അയാളുടെ സഹായത്തോടുകൂടി കമ്പനി അവരുടെ ക്രെഡിറ്റ് എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ കടത്തിന് സാധനങ്ങൾ വിൽക്കും, അല്ലേ? കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ആ പൈസ കുറേ ആൾക്കാരൊക്കെ കൃത്യം പറയുന്ന സമയത്ത് തിരിച്ചു തരും. പക്ഷെ എല്ലാവരും അങ്ങനെ തരില്ല. അപ്പോൾ ഈ കടത്തിന്
വിൽക്കുന്ന തുക അത് തിരിച്ച് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരപ്പെട്ട ഒരു ജോലിയാണ്. ഫുൾ എമൗണ്ടും കിട്ടില്ല. പലപ്പോഴും ബാഡ് ഡെറ്റ്, കിട്ടാക്കടം കുറേ തുക വരും. അപ്പോൾ ഈ ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ്, അല്ലേ? എന്ന് വെച്ചാൽ അതിന് ആരെങ്കിലും ഒരു പ്രത്യേക ഒരു പാർട്ടി ആ കാര്യം ഏറ്റെടുത്താൽ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാര്യം കമ്പനിയിലുള്ള ആൾക്കാർക്ക് വേറെ ഒത്തിരി കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ പുറകെ ഒന്നും നടക്കാൻ അവർക്ക് സമയം അല്ലേ, സമയമില്ലെന്നല്ല, അവർ കണ്ടെത്തേണ്ടതായിട്ട് വരും. എങ്കിലും ഇതെന്ന് പറയുന്നത് പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫാക്ടറിങ്ങിൽ ആക്ച്വലായിട്ട് സംഭവിക്കുന്നത് ഒരു കമ്പനി ഒരു ഫാക്ടറി അല്ലേ, ഒരു ഏജൻറ്റ്, അതൊരു കമ്പനിയാകും, ഒരു ഏജൻറ്റാകും, ഒരു വ്യക്തിയാകും, ആരെങ്കിലും ആകാം ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ക്രെഡിറ്റ് കളക്ട് ചെയ്യുന്നു. ഫാക്ടർക്ക് ഈ ചെയ്യുന്ന അതിന് ഫീസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 1,00,000 രൂപയുടെ ഞാനിപ്പോൾ കുറേ ആൾക്കാർക്കായിട്ട് സാധനം കടത്തിന് വിറ്റു, 1,00,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. അപ്പോൾ ഞാൻ ഈ വിറ്റ ഇൻവോയ്സും അതിൻ്റെ രേഖകളെല്ലാം ഞാൻ ആരെ അങ്ങ് ഏൽപ്പിക്കും, ഫാക്ടറിയെ ഏൽപ്പിക്കും. അപ്പോൾ ഞാൻ ഫാക്ടറി ഏകദേശം 1,00,000 രൂപയുടെ ഇൻവോയ്സുകൾ അല്ലെങ്കിൽ രേഖകൾ ഞാൻ ഏൽപ്പിച്ചു. വ്യത്യസ്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട, വ്യത്യസ്ത ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഫാക്ടർ എന്ത് ചെയ്യും, എനിക്ക് അഡ്വാൻസ് ആയിട്ടൊരു തുക എനിക്ക് തരും. കാര്യം ആ തുക ഫാക്ടർ ആരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കും, ഡെപ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ ഫാക്ടർ പല സേവനങ്ങളും കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ കമ്പനിക്ക് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഭാവിയിൽ ആർക്കൊക്കെ കടം കൊടുക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഫാക്ടർ കമ്പനിക്ക് കൊടുക്കും. കാരണം ഫാക്ടർക്ക് ഏകദേശം എല്ലാ കമ്പനികളെക്കുറിച്ചുള്ളയും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് ആർക്കുണ്ടായിരിക്കും, ഫാക്ടർക്കുണ്ടായിരിക്കും. അത് അവരുടെ ജോലിയാണ്, അല്ലേ? ഫാക്ടറിയുടെ ജോലിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടം കളക്ട് ചെയ്യുക, അല്ലെ, ക്രെഡിറ്റ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാക്ടർ അവരുടെ കക്ഷിയായിട്ടുള്ള കമ്പനികൾക്ക് കാര്യം എന്താ, കമ്പനി എന്തായാലും ഫാക്ടർക്ക് ഫീസ് കൊടുക്കും, അല്ലേ? അയാൾ ചെയ്യുന്ന സേവനത്തിന് എമൗണ്ട് കൊടുക്കും. അപ്പോൾ ഫാക്ടർ എന്ത് ചെയ്യുന്നു, തിരിച്ച് കമ്പനിക്ക് വേണ്ടി പല സേവനങ്ങളും ചെയ്തു കൊടുക്കും. അതിലൊന്നാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും, പിന്നെ എന്താണ്, ക്രെഡിറ്റ് കളക്ട് ചെയ്ത് കൊടുക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഏജൻറ്റിനെ ഫാക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫാക്ടറിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ 3 പാർട്ടികളാണുള്ളത്. ഒന്ന് സാധനം വിൽക്കുന്ന പാർട്ടി, നമുക്ക് അവരെ കമ്പനി എന്ന് വിളിക്കാം, കമ്പനി. ഇനി സാധനം കടത്തിന് വാങ്ങിക്കുന്ന ആൾ, ഡെപ്റ്റർ. ഇനി ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ നിൽക്കുന്ന ആൾ ഫാക്ടർ, അല്ലേ? അപ്പോൾ കമ്പനി ഡെപ്റ്റർക്ക് സാധനം വിൽക്കുന്നു, പക്ഷേ അതിൻ്റെ കളക്ട് ചെയ്യുന്ന ഡേറ്റ് ആവുന്നതിന് മുൻപ് തന്നെ കമ്പനി എന്ത് ചെയ്യുന്നു, പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ കമ്പനി ഫാക്ടറെ സമീപിക്കുന്നു, ഇക്കാര്യം പറയുന്നു. അപ്പോൾ ഇത്രയും പൈസ എനിക്ക് വ്യത്യസ്ത വ്യക്തികളിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇതിൻ്റെ രേഖകളെല്ലാം ഞാൻ തരാം, നിങ്ങൾ അവരെ നിന്ന് കളക്ട് ചെയ്താൽ മതി, എനിക്ക് അഡ്വാൻസ് എടുത്ത തുക വേണം എന്ന് കമ്പനി ആവശ്യപ്പെടുകയും കമ്പനിക്ക് അത് കൊടുക്കും. അതുപോലെ തന്നെ ഇയാൾ ഫുൾ എമൗണ്ടും കളക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റ് പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളത് പിന്നീട് കമ്പനി അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരു കമ്പനി അവർക്ക് ഉൽപ്പാദന പ്രക്രിയകൾ നടത്തുന്നതിലേക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള മെഷീനറീസ്, അല്ലേ, അസറ്റുകൾ പൈസ കൊടുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പൈസ അക്യൂർ ചെയ്യുന്നതിന് പകരം അവർ പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്ന കാലയളവിലേക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ലീസ് റെൻറ്റ് മാത്രം കൊടുക്കുന്നു. 2 പാർട്ടികളാണുള്ളത്, ലെസറും ലസ്സിയും. അസറ്റിൻ്റെ ഉടമസ്ഥനെ ലെസറെന്നും പാട്ടത്തിനെടുക്കുന്ന വ്യക്തിയെ ലസ്സി എന്നും വിളിക്കുന്നു. എത്ര പീരീഡിലേക്ക് വേണ്ടിയാണോ അദ്ദേഹം പാട്ടത്തിനെടുക്കുന്നത് ആ പീരീഡിലേക്ക് വേണ്ടി അയാൾ വാടക കൊടുക്കണം. ഒത്തിരി ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനുള്ള ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്, ഇനി അടുത്ത 5ാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ്. ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, പബ്ലിക് ഡെപ്പോസിറ്റ് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അത് തന്നെയാണ് ആ പേരിൽ കേൾക്കും പോലെ തന്നെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് ഉദ്ദേശിച്ചത്. ഇത് മറ്റൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക്
പണത്തിന് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു കമ്പനി അവർക്ക് വ്യത്യസ്തപരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പണം ആവശ്യമാണ്. ഈ പണം എന്ന് പറയുന്നത് കളക്ട് ചെയ്യാൻ ഒത്തിരി സോഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാ സോഴ്സിൽ നിന്നും ഒരു കമ്പനി ഒരിക്കലും പൈസ കളക്ട് ചെയ്യില്ല. അപ്പോൾ ഈ എല്ലാ സോഴ്സിനെയും അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കോസ്റ്റ് കുറവായിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഏതാണോ ആ സോഴ്സിൽ കൂടെ ആയിരിക്കും ഒരു കമ്പനി പൈസ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 10 സോഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമെങ്കിലും അതിൽ 10 സോഴ്സിലും കൂടെ ഒരു കമ്പനി പൈസ കളക്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് അല്ലെ, ഏറ്റവും ചിലവ് കുറഞ്ഞ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ഏതാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ 10 സോഴ്സിനെ കുറിച്ചും അവർ അറിഞ്ഞിരിക്കണം. അതിനെ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ്, പൊതു നിക്ഷേപം, പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന നിക്ഷേപം. നമുക്കറിയാം, നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രതിഫലമായിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കും അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും അതുണ്ട്, പലിശ കൊടുക്കും. നോക്കാം. ദ ഡെപ്പോസിറ്റ്സ് ദാറ്റ് ആർ റേസ്ഡ് ബൈ ഓർഗനൈസേഷൻ. റേസ് ചെയ്യുക, ശേഖരിക്കുക എന്നാണ് കേട്ടോ, കളക്ട് ചെയ്യുക. ഓർഗനൈസേഷൻസ് ഡയറക്റ്റ്ലി ഫ്രം ദ പബ്ലിക്, നേരിട്ട് പൊതുജനങ്ങൾ, പബ്ലിക്കിൽ നിന്ന് കമ്പനി റേസ് ചെയ്യുന്ന, കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ്. കളക്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്? ആസ് എ ലോൺ ഓർ ഡെപ്റ്റ്, ലോണായിട്ടോ അല്ലെങ്കിൽ കടമായിട്ടോ പബ്ലിക്കിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. കമ്പനീസ് അഡ്വർടൈസ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇൻവൈറ്റിംഗ് ജനറൽ പബ്ലിക് ടു ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ഇൻ പബ്ലിക് ഡെപ്പോസിറ്റ്സ്. കമ്പനി എന്ത് ചെയ്യും? കമ്പനികൾ ഈ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കും. എന്താണ്? ഇന്ന കമ്പനിയിൽ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനികൾ പത്രത്തിൽ പരസ്യം കൊടുക്കും ഈ പബ്ലിക് ഡെപ്പോസിറ്റുകൾ ക്ഷണിച്ചുകൊണ്ട്. ഇന്ന കമ്പനിക്ക് ഇന്ന കമ്പനി പൊതു നിക്ഷേപങ്ങൾ ഇപ്പോൾ കളക്ട് ചെയ്യുകയാണ് എന്ന്. അപ്പോൾ ഇത്രയും പലിശ അല്ലെ, സാധാരണ ആ സമയത്ത് ബാങ്കുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്നതിനേക്കാളും കൂടിയ പലിശയായിരിക്കും ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നു, ആൾക്കാരെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യും. കാര്യം നമ്മൾ ബാങ്കിൽ ഇപ്പോൾ ഒരു കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് SBI അക്കൗണ്ടിൽ 5% ആണ് കിട്ടുന്നതെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റിൽ കമ്പനികൾ 9 or 10% ഒക്കെ കൊടുക്കും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അതാണ് ആൾക്കാരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പലിശ നിരക്കിലുള്ള വർധന മാത്രമാണ്. അല്ലാതെ മറ്റൊരു ബെനിഫിറ്റും ആൾക്കാർക്കില്ല. അപ്പോൾ നോക്കാം. ദ ഡെപ്പോസിറ്റ്സ് ദാറ്റ് ആർ റേസ്ഡ് ബൈ ഓർഗനൈസേഷൻസ് ഡയറക്ട്ലി ഫ്രം ദ പബ്ലിക് ആസ് എ ലോൺ ഓർ ഡെപ്റ്റ്. പബ്ലിക്കിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഡെപ്പോസിറ്റ് നിക്ഷേപങ്ങളാണ്, ലോണായിട്ടോ കടമായിട്ടോ. അതിനെ പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നു. കമ്പനികൾ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യുന്നു ഫോർ ഇൻവൈറ്റിംഗ് ജനറൽ, പൊതുജനങ്ങളെ ക്ഷണിക്കുന്നതിലേക്ക് വേണ്ടി. പബ്ലിക് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ്, അവരുടെ സേവിങ്സ്, പൊതുജനങ്ങളുടെ അല്ലെ, അവർ കരുതി അല്ലെങ്കിൽ അവർ കൂട്ടിവെച്ചിരിക്കുന്ന നിക്ഷേപങ്ങളെ കമ്പനിയുടെ പബ്ലിക് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫേർഡ് ഓൺ പബ്ലിക് ഡെപ്പോസിറ്റ്സ്. പബ്ലിക് ഡെപ്പോസിറ്റുകൾക്ക് ഓഫർ ചെയ്യുന്ന പലിശ നിരക്ക് ആർ യൂഷ്വലി ഹയർ ദാൻ ദാറ്റ് ഓഫേർഡ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് ആ സമയത്ത് ഓഫർ ചെയ്യുന്ന പലിശയെക്കാളും കൂടിയ പലിശ നിരക്കായിരിക്കും പബ്ലിക് ഡെപ്പോസിറ്റുകൾക്ക് കമ്പനി ഓഫർ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് തന്നെയാണ് പബ്ലിക്കിനെ ഇക്കാര്യത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത്. കമ്പനീസ് ജനറലി ഇൻവൈറ്റ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഫോർ എ പീരീഡ് അപ് ടു 3 years. സാധാരണ കമ്പനികൾ പബ്ലിക് ഡെപ്പോസിറ്റ് ക്ഷണിക്കുന്നത് 3 വർഷത്തെ കാലാവധിയിലേക്ക് വേണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ കാലാവധിയിലേക്ക് വേണ്ടി എന്ന് വെച്ചാൽ 3 വർഷം കമ്പനി എന്ത് കൊടുക്കും? ആൾക്കാർക്ക് പലിശ കൊടുക്കും. 3 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മുതലും തിരിച്ചു കൊടുക്കും. അതാണ് 3 വർഷത്തെ കാലാവധി. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് മീഡിയം ടേം ഓർ ഷോർട്ട് ടേം ഫിനാൻസ്. കമ്പനിക്ക് ഹ്രസ്വകാലത്തേക്ക് വേണ്ടിയോ മധ്യകാലത്തേക്ക് വേണ്ടിയോ മീഡിയം ടേം അല്ലേ കാലത്തേക്ക് വേണ്ടിയോ പണത്തിന് ആവശ്യം എന്തെങ്കിലും 1, 2, 3 വർഷത്തേക്ക് അല്ലേ ഉള്ള ഒരു ആവശ്യം,
അതൊക്കെ മീറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സോഴ്സിനെ ഒരു കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സോഴ്സ് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ അഡ്വാൻറ്റേജസ്. ദ മെറിറ്റ്സ് ഓഫ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ, പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്, പ്രൊസീജിയർ ഫോർ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ സിമ്പിൾ ആസ് കമ്പയർഡ് ടു ലോൺ അഗ്രിമെൻറ്റ്. ഒരു കമ്പനിക്ക് ഇപ്പോൾ കുറച്ച് പൈസ ആവശ്യമാണ്. അത്തരം പൈസ കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രൊസീജിയർ കമ്പനിക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ പബ്ലിക് ഡെപ്പോസിറ്റ് മുഖേന പൈസ കളക്ട് ചെയ്യുന്നതിനെങ്കിൽ അല്ലേ, അതിനുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു ലോൺ അഗ്രിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. പ്രൊസീജിയർ ഫോർ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ആർ സിമ്പിൾ ആസ് കമ്പയർഡ് ടു ലോൺ അഗ്രിമെൻറ്റ്. ലോൺ അഗ്രിമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടപടിക്രമങ്ങൾ വളരെ ലഘുവാണ്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഈസ് ജനറലി ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളൊരു ബാങ്കിൻ്റെ ഒരു കമ്പനിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട് അല്ലേ. അത് അവർ ബാങ്കിൽ പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി വായ്പയായിട്ട് എടുക്കാൻ അവർ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് 5-4% ആണ് അല്ലേ. അതേസമയം നമ്മൾ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ മേൽ ഈടാക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് 13, 14, 15% ഒക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് ഈടാക്കുന്നത്. പിന്നെ ഈ പൈസയ്ക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ അത് നോക്കാറില്ല അല്ലേ. ആ സമയത്ത് കാര്യം നടക്കണം. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, 15 ആയാലും 18 ആയിരുന്നാലും ആൾക്കാർ അത് നോക്കാറില്ല. ഇനി നമ്മൾ വട്ടിപ്പലിശക്കാരടുത്ത് പോവുകയാണെങ്കിൽ അവർ ഈടാക്കുന്നത് 20, 25ഒക്കെയാണ്. 30% ഈടാക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പൈസ കടം വാങ്ങിച്ചാൽ ഉണ്ടാവുന്ന കോസ്റ്റ് അതിനേക്കാളും കുറവായിരിക്കും പബ്ലിക് ഡെപ്പോസിറ്റ് മുഖേന പൈസ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ്. കാര്യം പബ്ലിക് ഡെപ്പോസിറ്റ് മുഖേന പൈസ കളക്ട് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 10%, 11% ഒക്കെ ആയിരിക്കും അല്ലേ. 10-11% ആയിരിക്കും അവർ പലിശയായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവർ അത്രയും തുക ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഇൻട്രസ്റ്റ് അവർ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് does not create any charge on the assets of the firm. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ പൈസ കളക്ട് ചെയ്യുന്നു. അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, അവർ നമ്മൾ പൈസ തന്നതിൻ്റെ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിശ്ചിത പീരീഡിലേക്ക് വേണ്ടിയായിരിക്കും അത് കളക്ട് ചെയ്യുന്നത് അല്ലേ. നിശ്ചിത പീരീഡിലേക്ക് വേണ്ടിയായിരിക്കും കളക്ട് ചെയ്യുന്നത്. പൈസ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു രസീത് കൊടുക്കും അല്ലേ, ഒരു റെസിപ്റ്റ് കൊടുക്കും നമ്മൾ. ആ റെസിപ്റ്റിൽ നമ്മൾ ഇത്ര തുക കൈപ്പറ്റിയിരിക്കുന്നു, ഇത്ര പീരീഡ് കഴിയുമ്പോൾ കൊടുക്കുന്നു, പലിശ നിരക്ക് ഇത്രയാണെന്നല്ല അതിൽ പറഞ്ഞിരിക്കും വ്യക്തമായിട്ട്. ഡെപ്പോസിറ്റ് റെസിപ്റ്റ് അല്ലേ, നമ്മൾ പബ്ലിക് ഡെപ്പോസിറ്റ് ആൾക്കാരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഒരു ഡെപ്പോസിറ്റ് റെസിപ്റ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യും, കമ്പനി ഇഷ്യൂ ചെയ്യും. ആ ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ ഇന്ന ആളിൽ നിന്നും ഇത്രയും തുക കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട്, ഇത്രയും പീരീഡ് കഴിയുമ്പോൾ അത് കൊടുക്കും, അത്രയും കാലയളവിൽ ഇത്രയും പലിശ നിരക്കിൽ അയാൾക്ക് പലിശ കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് രസീത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, കമ്പനി ഇയാൾക്ക് അത്രയും തുക വാങ്ങിച്ചു, വേറെ സെക്യൂരിറ്റി ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലെ ഏതെങ്കിലും അസറ്റിന്മേൽ അതിന് ചാർജില്ല, ഈടിന്മേലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ 3 ലക്ഷം വാങ്ങിക്കുന്നു, തരാമെന്ന് ഉറപ്പാണ്. അവിടെ ഏതെങ്കിലും കമ്പനിയിലെ ഏതെങ്കിലും അസറ്റിന്മേൽ ചാർജ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കുന്നില്ല. അങ്ങനെ വച്ചു കഴിഞ്ഞാൽ കമ്പനി പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ആ അസറ്റ് വിറ്റ് പൈസ എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. ഇപ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ ഫേം. കമ്പനിയിലെ അസറ്റിന്മേൽ ഒരു തരത്തിലുള്ള ചാർജ് ഇവിടെ ഇല്ല. ദ അസറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റേസിംഗ് ഫണ്ട്സ് ത്രൂ അതർ സോഴ്സസ്. അപ്പോൾ കമ്പനിയുടെ അസറ്റുകളെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും,
മറ്റ് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഈടായിട്ട് കൊടുക്കാനൊക്കെ യൂസ്. ബാങ്കിൽ നിന്നൊക്കെ നമ്മളിപ്പം കടം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവർ പൈസ ലോണായിട്ട് പൈസ തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അവർക്ക് ജാമ്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം, അല്ലേ? ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അവർ ജാമ്യമായിട്ട് കൊടുക്കാനുള്ളത് അവർ അസറ്റുകളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ്, കൺട്രോൾ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് ഡൈല്യൂട്ടഡ് ബിക്കോസ് ദ ഡെപ്പോസിറ്റേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്സ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കമ്പനിയുടെ കൺട്രോൾ, എന്താ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോട്ടവകാശം അല്ലെങ്കിൽ കമ്പനിയുടെ നിയന്ത്രണം ഡൈല്യൂട്ട് ചെയ്യുന്നില്ല, കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയർ. കമ്പനിയിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഷെയറുകളാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഇക്വിറ്റി ഷെയർ കയ്യിൽ വച്ചിരിക്കുന്ന ആൾക്കാരെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നും പ്രിഫറൻസ് ഷെയർ കയ്യിൽ വച്ചിരിക്കുന്ന ആൾക്കാരെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നും അറിയപ്പെടും. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന ക്യാപിറ്റലിനെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുകയെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നും വിളിക്കും. ഈ 2 ഷെയറുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടവകാശം ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടവകാശം ഇല്ല. പക്ഷേ അപ്പോൾ പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ബെനിഫിറ്റാണുള്ളത്? അവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കമ്പനിക്ക് ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ വിഹിതം കിട്ടാനുള്ള മുൻഗണന. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുൻഗണന? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുൻപ് അവർക്ക് കമ്പനിയുടെ ലാഭവിഹിതം കിട്ടാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്, അല്ലേ, എന്താണ്? ഡസ് നോട്ട് കൺട്രോൾ ഓഫ് ദ കമ്പനി ഈസ് നോട്ട് ഡൈല്യൂട്ടഡ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് വോട്ടവകാശം ഉള്ളത്, അല്ലേ? അപ്പോൾ ഒരു 500 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒരു കമ്പനിയിലുള്ളത്. അപ്പോൾ വോട്ടവകാശം 500 പേരിൽ മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു. കമ്പനി എന്ത് ചെയ്തു? പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ കമ്പനി ഒരു 500 ഇക്വിറ്റി ഷെയറൂടെ ഇഷ്യൂ ചെയ്ത എന്തായിരിക്കും സംഭവം? കമ്പനിക്ക് കുറച്ചുകൂടെ പൈസയ്ക്ക് ആവശ്യം വന്ന കമ്പനി എന്ത് ചെയ്തു? ഒരു 500 ഇക്വിറ്റി ഷെയറൂടെ ഇഷ്യൂ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? വോട്ടവകാശം വീണ്ടും 500 ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് 500 മെമ്പേഴ്സ് ഉണ്ട് നേരത്തെ, അല്ലേ? അതിന് പുറമെ വേറെ 500 ആൾക്കാരിൽ കൂടെ വോട്ടവകാശം പോയി. അപ്പോൾ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിൻ്റെ കൺട്രോൾ, അല്ലേ? അപ്പോൾ അതിനൊരു പരിമിതി ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കൺട്രോൾ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് വ്യാപിക്കുന്നില്ല. കാരണം ഡെപ്പോസിറ്റേഴ്സിന് എന്തില്ല? വോട്ടവകാശം ഇല്ല. ഇനി പബ്ലിക് ഡെപ്പോസിറ്റ് കൊണ്ടുള്ള എന്തൊക്കെയാണ് പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് ഡെപ്പോസിറ്റ്. പൊതുനിക്ഷേപം, പൊതുജനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന നിക്ഷേപം, അല്ലേ? അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ദോഷത്തെക്കുറിച്ച് പറയും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോഷത്തെക്കുറിച്ചും പറയും. അപ്പോൾ എന്താണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയും കാറ്റും ഉണ്ട്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഡിസ്അഡ്വാൻറ്റേജസ്, പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Only large companies enjoying public confidence can raise capital through public deposit. എല്ലാ കമ്പനികളും പത്രപരസ്യത്തിലൂടെ പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യുമോ? ശ്രദ്ധിക്കുമോ? ഇല്ല. എന്നുവെച്ചാൽ നല്ല റെപ്യൂട്ടഡ് ആൾക്കാർക്കിടയിൽ നല്ല പബ്ലിക് ഇമേജുള്ള നല്ല നല്ല കമ്പനികൾ പബ്ലിക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാവും പബ്ലിക് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ആൾക്കാരുടെ പബ്ലിക് ഇമേജ് ഇല്ലാതെ ചെറിയ ചെറിയ കമ്പനികൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പബ്ലിക് ഡെപ്പോസിറ്റുകളിൽ അവർ ഇൻവൈറ്റ് ചെയ്താൽ ചിലപ്പോൾ ആരും തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോൾ ഈ പബ്ലിക് ഡെപ്പോസിറ്റ് മുഖേന
പബ്ലിക് ഡെപ്പോസിറ്റ് മുഖേന ക്യാപിറ്റൽ ശേഖരിക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കിടയിൽ എന്താണ് നല്ലൊരു ഇമേജുള്ള വലിയ കമ്പനികൾക്ക് മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ കമ്പനികൾക്ക് ഇത് അത്ര എളുപ്പമാകില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. Only large companies enjoying public confidence can raise capital through public deposits. രണ്ടാമത്തെ കാര്യം, ദേ ആർ നോട്ട് സെക്യൂർഡ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സെക്യൂരിറ്റി ഇല്ല. ഇപ്പോൾ കമ്പനിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പൊതുജനങ്ങളുടെ ഒരു വ്യക്തിയാണെന്ന് ഉദാഹരണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ പത്രപരസ്യം കണ്ടു, അടുത്ത കമ്പനിയിൽ പോയി ആപ്ലിക്കേഷനൊക്കെ പൂരിപ്പിച്ചു, എന്ത് ചെയ്തു, തുക കമ്പനിക്ക് കൊടുത്തു, കമ്പനി എനിക്ക് രസീതും തന്നു. പക്ഷേ രസീത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് അതിനുമേൽ എന്തില്ല, ഈടില്ല. ഈടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആ പൈസ എനിക്ക് തന്നില്ലെങ്കിൽ അതിന് പകരം എനിക്ക് എവിടെ നിന്നെങ്കിലും ആ പൈസ ഈടാക്കാൻ പറ്റുമോ? അതില്ല. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഇല്ല, സെക്യൂർഡ് അല്ല പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദ ഡെപ്പോസിറ്റേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ഓർഡിനറി ക്രെഡിറ്റേഴ്സ്. ഡെപ്പോസിറ്റേഴ്സിനെ സാധാരണ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് അല്ലേ കമ്പനി കണക്കാക്കുന്നത്. ഒരു സെക്യൂരിറ്റിയും, കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല. നെക്സ്റ്റ്, ദേ ആർ കോസ്റ്റ്ലി ആസ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഹാവ് ടു ഓഫർ ഹയർ ഇൻട്രസ്റ്റ് ടു അട്രാക്ട് പബ്ലിക് ഡെപ്പോസിറ്റ്. ഇനി കമ്പനികളെ സംബന്ധിച്ചോളം ഇത് വളരെ ചിലവേറിയതാണ് എന്നും പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ചിലവ് കുറഞ്ഞതാണെന്ന്. ഇത് എങ്ങനെയാണ് ഇവിടെ ചിലവേറിയതാണെന്ന് പറയുന്നത്? ചില കമ്പനികൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി, അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിലേക്ക് വേണ്ടി ഹയർ റേറ്റ്, ഉയർന്ന പലിശ നിരക്ക് ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉയർന്ന പലിശ ഓഫർ ചെയ്യുന്ന ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ചോളം വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സോഴ്സായിട്ട് ഇത് മാറ്റുന്നു. ദേ ആർ കോസ്റ്റ്ലി, വളരെ ചിലവേറിയ ഒരു സോഴ്സാണിത്. എന്തുകൊണ്ടെന്നാൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഹാവ് ടു ഓഫർ ഹയർ ഇൻട്രസ്റ്റ്. ഭൂരിഭാഗം കമ്പനികളും പബ്ലിക് ഡെപ്പോസിറ്റ് അട്രാക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി വളരെ ഉയർന്ന പലിശ നിരക്കായിരിക്കും എന്ത് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള, വളരെ ചിലവേറിയ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, ദ RBI ഹാസ് ലേഡ് ഡൗൺ സർട്ടൻ ലിമിറ്റ്സ് ഓൺ പബ്ലിക് ഡെപ്പോസിറ്റ്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ ഒരു ലിമിറ്റ് ചെയ്തുകൊണ്ട് ചില ലിമിറ്റ്സ് നിശ്ചയിച്ചിട്ടുണ്ട് RBI. അപ്പോൾ ആ ലിമിറ്റ് എത്രയാണോ അതുവരെയുള്ള എമൗണ്ടും ആ പറയുന്ന തുകയ്ക്കുള്ള പലിശ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. RBI ചില ലിമിറ്റ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻവെസ്റ്റേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു വിഡ്രോ ദെയർ ഡെപ്പോസിറ്റ്സ് അറ്റ് എനി ടൈം ആഫ്റ്റർ ഗിവിംഗ് പ്രയർ നോട്ടീസ് ടു ദ കമ്പനി. ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഡെപ്പോസിറ്റ്സ്, കമ്പനിക്ക് ഒരാൾ 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ഡെപ്പോസിറ്റായിട്ട്. അപ്പോൾ അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ പൈസ എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. കമ്പനിക്ക് ഒരു പ്രയർ നോട്ടീസ് നൽകിയിട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര ഒരു പ്രതിസന്ധിയായിരിക്കും. കാരണം എന്താണ്, ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അയാളുടെ പൈസ തിരിച്ച് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസ കമ്പനിക്ക് റോൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു വിഡ്രോ ദെയർ ഡെപ്പോസിറ്റ്സ് ആർ അറ്റ് എനി ടൈം ആഫ്റ്റർ ഗിവിംഗ് പ്രയർ നോട്ടീസ് ടു ദ കമ്പനി. കമ്പനിക്ക് മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഇൻവെസ്റ്റേഴ്സിന് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് പബ്ലിക് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തായിട്ട് പഠിച്ചത് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് അല്ലേ. ഫസ്റ്റ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് ട്രേഡ് ക്രെഡിറ്റ് അല്ലേ. രണ്ടാമത്തെ സോഴ്സ് ട്രേഡ് ക്രെഡിറ്റ് ആണ്. മൂന്നാമത്തേത് ഫാക്ടറിങ്, നാലാമത്തേത് ലീസിങ്, അഞ്ചാമത്തേത് ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് ഡെപ്പോസിറ്റ് എന്താണ് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ അത് ഞാൻ സൂചിപ്പിക്കാം. പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റായിട്ട് കമ്പനികൾ കളക്ട് ചെയ്യുന്ന തുകയാണ്. അത് ലോണായിട്ടോ കടമായിട്ടോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ തുക കമ്പനി ശേഖരിക്കുന്നത്. കമ്പനി ആ തുക ശേഖരിക്കുമ്പോൾ ആ ശേഖരിക്കുന്ന അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ രേഖപ്പെടുത്തി ഒരു ഡെപ്പോസിറ്റ് റെസിപ്റ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ ഈ പണം കളക്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനി ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യും, അഡ്വർടൈസ് ചെയ്യും. പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കും. സാധാരണഗതിയിൽ ബാങ്ക് ഡെപ്പോസിറ്റിന് ഓഫർ ചെയ്യുന്ന പലിശയേക്കാൾ ഉയർന്ന പലിശ നിരക്കായിരിക്കും കമ്പനികൾ പബ്ലിക് ഡെപ്പോസിറ്റിന് ഓഫർ ചെയ്യുന്നത്. സാധാരണ 3 വർഷത്തെ കാലാവധിയിലേക്ക് വേണ്ടിയായിരിക്കും ഇത് പബ്ലിക് ഡെപ്പോസിറ്റുകൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതൊരു മീഡിയം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 6ാമതായിട്ട് പഠിക്കാനുള്ളത് കൊമേഴ്സ്യൽ പേപ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. 6ാമതായിട്ട് പഠിക്കാനുള്ളത് കൊമേഴ്സ്യൽ പേപ്പർ. ഇത് മറ്റൊരു സോഴ്സാണ്. കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത് CP എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് കൊമേഴ്സ്യൽ പേപ്പർ. Commercial paper is an unsecured promissory note issued by a firm to raise funds for a short period. ഈ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത് അൺസെക്വേർഡ് ആയിട്ടുള്ള, അൺസെക്വേർഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈടില്ല അല്ലേ, കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ഒന്നും വയ്ക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന പൈസ ഏതെങ്കിലും തരത്തിൽ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ പൈസ നമുക്ക് നഷ്ടമാകും. അതേസമയത്ത് സെക്യൂർഡ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഇതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് ഏതെങ്കിലും അസറ്റോ ഏതെങ്കിലും മെഷീൻസോ എന്തെങ്കിലും അതിനെന്ത് ചെയ്യുന്നു, കരുതലായിട്ട് വയ്ക്കും. അപ്പോൾ പൈസ അവർ തന്നില്ലെങ്കിൽ എനിക്ക് ആ മെഷീൻ വിൽക്കാം, അല്ല മെഷീൻ എടുത്തുകൊണ്ട് പോകാം. അതാണ് അതിൻ്റെ ഒരു ഇതല്ലേ. നമ്മളിപ്പോൾ വസ്തുവും വീടൊക്കെ നമ്മൾ ഈട് വെച്ച് ലോൺ എടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. സെക്യൂർഡ് ആണെങ്കിൽ അതിന് ഈടായിട്ട് എന്തെങ്കിലും കാണും, അൺസെക്യൂർഡ് ആകുമ്പോൾ ഈടായിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്? കൊമേഴ്സ്യൽ പേപ്പർ ഈസ് ആൻ അൺസെക്യൂർഡ്, സെക്യൂരിറ്റി ഇല്ലാത്ത, ഉറപ്പൊന്നുമില്ലാത്ത, പൈസ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല, ഒരു പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ എ ഫേം ടു റൈസ് ഫണ്ട്സ്. ഹ്രസ്വകാലത്തേക്ക് പൈസ കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഒരു സ്ഥാപനം ഇഷ്യൂ ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 90 ദിവസം മുതൽ 364 ദിവസം വരെ, ഫോർ ഹ്യൂജ് എമൗണ്ട്, വലിയ തുകയ്ക്കായിരിക്കും സാധാരണ ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജനറലി ഇഷ്യൂഡ് ബൈ വൺ ഫേം ടു അതർ ബിസിനസ് ഫേംസ്. കൊമേഴ്സ്യൽ പേപ്പർ സാധാരണ ഇഷ്യൂ ചെയ്യുന്നത് ഒരു സ്ഥാപനം മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്കായിരിക്കും കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് വെച്ചാൽ ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ്. ഒരു സ്ഥാപനം, അത് ഒരു ഫേം അല്ലെ ഒരു കമ്പനി ഇതിനെ ഇഷ്യൂ ചെയ്യുന്നു ഹ്രസ്വകാലത്തേക്ക് അല്ലേ, പൈസ കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയായിരിക്കും. 90 ദിവസം മുതൽ 364 ദിവസം വരെ ഇതിൻ്റെ കാലാവധി, ഫോർ ഹ്യൂജ് എമൗണ്ട്, വലിയ തുക കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി. ഇറ്റ് ഈസ് ജനറലി ഇഷ്യൂഡ് ബൈ വൺ ഫേം ടു അതർ ബിസിനസ് ഫേംസ്. ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുന്നു, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്ത് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ എന്തോ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്കായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്? കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പേപ്പർ ഈസ് ആൻ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് വിത്തൗട്ട് എനി റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ്. ഒരു പ്രത്യേക നിയന്ത്രണപരമായ കണ്ടീഷൻസ് ഒന്നും വയ്ക്കാത്ത ഉള്ള ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അത് കമ്പനിയെ സംബന്ധിച്ചോളം അതൊരു ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം ഈടൊന്നും അവർ കൊടുക്കുന്നില്ല. ഒരു 10 മെഷീനറി ഉണ്ടെങ്കിൽ 10 മെഷീനറി അവർ ഈടായിട്ട് കൊടുക്കുന്നില്ല. പൈസയ്ക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ ഈ മെഷീനറികളെ വേറെ എവിടെയെങ്കിലും ഈട് വെച്ച് ബാങ്കിൽ നിന്ന് എവിടെ നിന്നെങ്കിലും പൈസ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വേണ്ടി ആ മെഷീൻസ് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ. അതേസമയത്ത് ഇപ്പോൾ കൊമേഴ്സ്യൽ പേപ്പറിന് അത് സെക്യൂർഡ് ആയിരുന്നെങ്കിലോ ഈടായിട്ട് ഏതെങ്കിലും അസറ്റ് കൊടുക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ അസറ്റ് പിന്നെ മറ്റൊരു ലോൺ എടുക്കാനോ മറ്റാവശ്യത്തിനായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. അത് ഒരു ഫേം അത് ഇഷ്യൂ ചെയ്യുന്നു. ഹ്രസ്വകാലത്തേക്ക് വേണ്ടിയായിരിക്കും ഫണ്ട് കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി. 90 ദിവസം മുതൽ 364 ദിവസം വരെ ആയിരിക്കും ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഹ്യൂജ് എമൗണ്ട് കളക്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. സാധാരണ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു സ്ഥാപനം മറ്റൊരു ഫേമിനായിരിക്കും. അഡ്വാൻറ്റേജസിൽ നമ്മളൊന്ന് പഠിച്ചു. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ ഫ്രീലി ട്രാൻസ്ഫറബിൾ
ഹൈ ലിക്വിഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറാൻ സാധിക്കുന്ന ഹൈ ലിക്വിഡ് എന്ന് എപ്പോൾ വേണമെങ്കിലും ക്യാഷ് ആയിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള, വളരെ സ്വതന്ത്രമായിട്ട് കൈമാറാൻ പറ്റുന്ന, ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഹൈ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് കൊമേഴ്സ്യൽ പേപ്പർ ഈസ് ലോവർ ദാൻ കൊമേഴ്സ്യൽ ബാങ്ക് ലോൺസ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് പലിശയാണ് ഉദ്ദേശിക്കുന്നത്, ഇൻട്രസ്റ്റ് അല്ലേ, അതിനേക്കാളും കുറവായിരിക്കും കൊമേഴ്സ്യൽ പേപ്പർ മുഖേന നമ്മൾ ഒരു സ്ഥാപനം പൈസ കളക്ട് ചെയ്താൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന പലിശ അല്ലേ. കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു സ്ഥാപനം മറ്റൊരു കമ്പനിക്കായിരിക്കും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പൈസ കളക്ട് ചെയ്യുന്ന തുകയ്ക്ക് അവർ പലിശ കൊടുക്കണം അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് സാധാരണ ഒരു ബാങ്കിൽ പോയി ഒരു ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പലിശക്കാളും കുറവായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് കൊമേഴ്സ്യൽ പേപ്പർ ഈസ് ലോവർ ദാൻ കൊമേഴ്സ്യൽ ബാങ്ക് ലോൺസ്. കൊമേഴ്സ്യൽ ബാങ്ക് ലോണിനേക്കാളും പലിശ നിരക്ക് കുറവായിരിക്കും. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആസ് മെച്യൂറിംഗ് കൊമേഴ്സ്യൽ പേപ്പർ ക്യാൻ ബി റീപെയ്ഡ് ബൈ സെല്ലിംഗ് ന്യൂ കൊമേഴ്സ്യൽ പേപ്പർ. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ കൊമേഴ്സ്യൽ പേപ്പർ മെച്യൂർ ആകുമ്പോൾ പുതിയ കൊമേഴ്സ്യൽ പേപ്പർ അയാൾക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ പൈസ വീണ്ടും കമ്പനിയിലേക്ക് വരുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആസ് മെച്യൂറിംഗ് കൊമേഴ്സ്യൽ പേപ്പർ ക്യാൻ ബി റീപെയ്ഡ് ബൈ സെല്ലിംഗ് ന്യൂ കൊമേഴ്സ്യൽ പേപ്പർ. Next, companies can deposit their excess funds in CP and earn good return on investment. കമ്പനികൾക്ക് എക്സസ് ആയിട്ട് ഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ കൊമേഴ്സ്യൽ പേപ്പറിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നല്ലൊരു റിട്ടേണും അവർക്ക് അതിലൂടെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇത്രയുമാണ് കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതൊരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് വിത്തൗട്ട് എനി റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ്. ഇതൊരു ഫ്രീലി റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ് അല്ലേ, പ്രത്യേക കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു ഹൈ ലിക്വിഡ് ഇൻസ്ട്രുമെൻ്റ് ആണിത്. നെക്സ്റ്റ്, ഇതിൻ്റെ കോസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ലോണിനേക്കാളും കുറവാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ മെച്യൂർഡ് കൊമേഴ്സ്യൽ പേപ്പർ, മെച്യൂർഡ് ആയിട്ടുള്ള കാലാവധി പൂർത്തിയായിട്ടുള്ള കൊമേഴ്സ്യൽ പേപ്പറുകളെ പുതിയ കൊമേഴ്സ്യൽ പേപ്പറുകൾ അതിന് പകരമായിട്ട് കൊടുത്തുകൊണ്ട് ആ പൈസ അവിടെ തന്നെ നിലനിർത്താൻ സാധിക്കും. കമ്പനീസ് ക്യാൻ ഡെപ്പോസിറ്റ് ദെയർ എക്സസ് ഫണ്ട്സ് ഇൻ CP ആൻഡ് ഏൺ എ ഗുഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്. എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത്? കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഫേംസ് വിത്ത് ഗുഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ഹൈ റേറ്റിംഗ് ക്യാൻ ഇഷ്യൂ CP. പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നല്ല സാമ്പത്തിക അവസ്ഥ. അപ്പം നിങ്ങൾ പറയുമായിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതല്ല ഉദ്ദേശിക്കുന്നത്. അവർ നോർമൽ കേസിൽ നല്ല നിലയിൽ പോകുന്ന ഒരു കമ്പനി ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഫേംസ് വിത്ത് ഗുഡ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ്, നല്ല സാമ്പത്തിക നിലയും അതുപോലെ ഹൈ റേറ്റിംഗ്, ഉയർന്ന റേറ്റിംഗും ഉള്ള കമ്പനികൾക്ക് മാത്രമേ CP ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. മണി റേസ്ഡ് ത്രൂ CP, കൊമേഴ്സ്യൽ പേപ്പർ മുഖേന ശേഖരിക്കുന്ന പണം ഈസ് ലിമിറ്റഡ് ടു ദ എക്സസ് ലിക്വിഡ് ഫണ്ട് അവൈലബിൾ വിത്ത് ദ സപ്ലയേഴ്സ് ഓഫ് ഫണ്ട്സ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പേപ്പർ മുഖേന നമ്മൾ ശേഖരിക്കുന്ന തുക ഒരു പർട്ടിക്കുലർ സമയം അല്ലേ, നമ്മൾ ഈ കൊമേഴ്സ്യൽ പേപ്പർ മുഖേന കളക്ട് ചെയ്യുന്ന തുക അത് എത്ര തുകയോ ആവട്ടെ, അതെന്ന് പറയുന്നത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതിനൊരു പരിമിതിയുണ്ട്. അത്രയും തുക മാത്രമേ നമുക്ക് ഒരു പരിധിക്കപ്പുറം കൂടുതലായിട്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പരിമിതിയുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പേപ്പർ ഈസ് ആൻ ഇംപേഴ്സണൽ മെത്തേഡ് ഇതൊരു ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഫിനാൻസിങ് ആണ്. ചില സമയങ്ങളിൽ ഫേംസ്
ഇത് റെഡീം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കുക അല്ലേ. റെഡീം ചെയ്യുന്നതിന് പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഡിഫിക്കൽട്ടായിട്ട് അനുഭവപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. കൊമേഴ്സ്യൽ പേപ്പർ ഈസ് an impersonal method of financing. Sometimes firms may find a difficulty in redeem their papers. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ കണ്ടന്റ് എന്നാണ് മനസ്സിലാക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ കണ്ടന്റ് എന്നാണെന്ന് മനസ്സിലായി. നമുക്കിനി അടുത്തതായിട്ട് അപ്പോൾ ഇക്വിറ്റി നമ്മുടെ ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മളൊന്ന് തുടങ്ങി ആ തീരുമാനം അറിയില്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. കാരണം 7 മണിക്ക് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് മുമ്പായിട്ട് നിർത്തണം. അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ടിൽ 7ാമത്തേത് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക, ഓഹരികൾ വിതരണം ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്യാപിറ്റൽ ക്ലോസിൽ പറഞ്ഞിരിക്കും ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഇഷ്യൂ ചെയ്ത് പരമാവധി കളക്ട് ചെയ്യാൻ പറ്റുന്ന തുക, അതിനപ്പുറം ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ എത്രയാണോ അവർ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 10 ലക്ഷമാണെങ്കിൽ ആ 10 ലക്ഷത്തെ അവരെന്ത് ചെയ്യുന്നു, ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപയെ അവർ ഒരു നിശ്ചിത വിലയുള്ള വിവിധ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 10 ലക്ഷം രൂപയെ അവരെന്ത് ചെയ്യുന്നു, 1000 രൂപ വിലയുള്ള 10 ലക്ഷം ആകുമ്പോൾ അതിൽ എത്രയാണ് വരുന്നത്, 1000 അല്ലേ, 1000 വരുന്നു. അപ്പോൾ 1000 രൂപ വിലയുള്ള 1000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ കമ്പനി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഒരു ഷെയർ അല്ലേ, അതെന്ന് പറയുന്നത് കമ്പനിയുടെ അതിൻ്റെ ഒരു എന്താണ്, ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അതിനാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റ് ടോട്ടൽ ക്യാപിറ്റലിനെ ചെറിയ യൂണിറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു യൂണിറ്റിനെ ഒരു ഷെയർ എന്ന് വിളിക്കും. ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുകയെ ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്ന ആളിനെ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും. ദ ക്യാപിറ്റൽ ഒബ്റ്റൈൻഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന മൂലധനത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ യൂണിറ്റ്സ് കോൾഡ് ഷെയർസ്. ഒരു കമ്പനിയുടെ മൂലധനത്തെ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ ഓഹരികൾ അല്ലെങ്കിൽ ഷെയറുകൾ എന്ന് വിളിക്കുന്നു. ഈച്ച് ഷെയർ ഹാസ് ഇറ്റ്സ് നോമിനൽ വാല്യൂ. ഓരോ ഷെയറിനും അതിൻ്റേതായിട്ടുള്ള മൂല്യം, വില ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 1000 രൂപയെന്ന്. ഇപ്പോൾ എല്ലാ ഷെയറിൻ്റെ വില 1000 രൂപ ആയിരിക്കില്ല. 100 രൂപയ്ക്കുണ്ട്, 10 രൂപയ്ക്കുണ്ട്, 500 രൂപയ്ക്കുണ്ട്, 200-നുണ്ട്, എല്ലാം ഉണ്ട്. ദ പേഴ്സൺ ഹോൾഡിംഗ് ദ ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുന്നു. There are 2 types of shares normally issued by a company. ഒരു കമ്പനി സാധാരണ 2 തരത്തിലുള്ള ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. These are equity shares and preference shares. അത് ഇക്വിറ്റി ഷെയറുകളും പ്രിഫറൻസ് ഷെയറുകളുമാണ്. The money raised by ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുകയെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുകയെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നും വിളിക്കുന്നു. നോക്കാം. The money raised by issue of equity shares is called equity share capital, while the money raised by issue of preference shares is called preference share capital. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുകയെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുകയെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നും വിളിക്കുന്നു. അതിലാദ്യം നമുക്ക് ഇക്വിറ്റി ഷെയർ എന്താണെന്ന് പഠിക്കാം. ഇക്വിറ്റി ഷെയർ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഷെയറാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഇക്വിറ്റി ഷെയർ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് വോട്ടവകാശം. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള നിയന്ത്രണം
വേണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം വാങ്ങിക്കുന്നത് എപ്പോഴും ഇക്വിറ്റി ഷെയർ ആയിരിക്കും. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടവകാശമുണ്ട്. കമ്പനിയുടെ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വോട്ടിടാനുള്ള അവകാശമുണ്ട്. കൂടാതെ ലാഭം കിട്ടുന്ന സമയത്ത് ഒത്തിരി ചിലവുകളാണ് അല്ലേ, അതെല്ലാം കൊടുത്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്കും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിഹിതം കിട്ടാനുള്ള അവകാശം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഷെയർസ് which do not carry any special or preferential rights in payment of dividend or repayment of capital. ലാഭവിഹിതം കൊടുക്കുന്നതിലോ ക്യാപിറ്റൽ അല്ലേ മൂലധനം തിരിച്ചു കൊടുക്കുന്നതിലോ ഒരു തരത്തിലുള്ള മുൻഗണനാ അവകാശങ്ങളും പ്രിഫറൻഷ്യൽ റൈറ്റ്സും പ്രത്യേക അവകാശങ്ങളും ഇല്ലാത്ത ഷെയറുകളെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയറുകൾ എന്ന് വിളിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിസ്ക് ബിയറേഴ്സ് ആസ് വെൽ ആസ് ദ റിയൽ ഓണേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് യഥാർത്ഥത്തിൽ റിസ്ക് ബിയറേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ലാഭം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കിട്ടും, അതിൻ്റെ വിഹിതം കിട്ടും. നഷ്ടമാണെങ്കിൽ അത് സഹിക്കേണ്ടത് ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ റിസ്ക് ബിയറേഴ്സ്, അതുപോലെ കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്നറിയപ്പെടുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. ദ എമൗണ്ട് റേസ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുകയെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത പൈസ കളക്ട് ചെയ്യുന്നതിനുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഷെയർസ് ആർ, ഇക്വിറ്റി ഷെയർ ആർ എന്ന് പറയില്ല, ഇക്വിറ്റി ഷെയർസ്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്തോളാം. ഇക്വിറ്റി ഷെയർസ് ആർ സ്യൂട്ടബിൾ ഫോർ ദോസ് ഇൻവെസ്റ്റേഴ്സ് ഓർ റെഡി ടു ടേക്ക് റിസ്ക് ഫോർ ഹൈ റിട്ടേൺ. അപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിസ്ക് കൂടുതലാണ്, റിട്ടേണും കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് കുറവായ മാസങ്ങളിൽ ബാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കി ഒന്നും കാണില്ല, അപ്പോൾ അവ ഒന്നും കിട്ടില്ല. പക്ഷേ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ഇവർക്ക് വളരെയധികം ബെനിഫിഷ്യലാണ്. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും ഫിക്സഡ് റേറ്റാണ് കൊടുക്കേണ്ടത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഡിവിഡൻ്റാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഫിക്സഡ് റേറ്റ് ഇല്ല. ബാക്കിയുള്ളവർ കൊടുത്തിട്ട് ബാക്കി എത്രയാണുള്ളത് അതിൻ്റെ ഒരു വിഹിതം. അപ്പോൾ വളരെ ഹ്യൂജ് പ്രോഫിറ്റുള്ള സമയത്ത് ഹൈ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഇവർക്കുണ്ട്. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് കമ്പൾസറി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുക, ലാഭവിഹിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പൾസറി അല്ല. കമ്പനിക്ക് ഇഷ്ടമുണ്ടായി കൊടുത്താൽ മതി, കമ്പൾസറി അല്ല. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആണ് കമ്പനിയെ സംബന്ധിച്ചോളം. നെക്സ്റ്റ്, ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് എ പെർമനൻറ്റ് ക്യാപിറ്റൽ ബിക്കോസ് ഇറ്റ് ഈസ് റീപെയ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം പെർമനൻറ്റ് ക്യാപിറ്റലാണ്. എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്കൊന്നും തിരിച്ചു കൊടുക്കേണ്ടി വരില്ല. എപ്പോഴാണ് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്? എപ്പോഴാണ് കമ്പനി അടച്ചു പൂട്ടുന്നത് ആ സമയത്ത് മാത്രമേ തിരിച്ചു കൊടുക്കേണ്ടി വരികയുള്ളൂ, അല്ലാതെ ഇടയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരില്ല. നെക്സ്റ്റ്, ഇക്വിറ്റി ക്യാപിറ്റൽ ഷോസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കമ്പനി ആൻഡ് ക്രിയേറ്റ് കോൺഫിഡൻസ് അമംഗ് ദ ലെൻഡേഴ്സ്. ഇക്വിറ്റി ക്യാപിറ്റൽ അത് കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്, സാമ്പത്തിക ഭദ്രതയാണ് കാണിക്കുന്നു. അതുപോലെ പൈസ കടം കൊടുക്കുന്ന ആൾക്കാർക്കിടയിൽ എന്ത് ചെയ്യുന്നു, നല്ല ആത്മവിശ്വാസവും എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, റൈസ് ക്യാപിറ്റൽ ത്രൂ ഇക്വിറ്റി ഷെയർസ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് അഗൈൻസ്റ്റ് ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുമ്പോൾ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് അസറ്റുകളുടെ മേൽ ഒരു തരത്തിലുള്ള ചാർജും ഈടാക്കുന്നില്ല. നെക്സ്റ്റ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഈസ് അഷ്വേർഡ് ഡ്യൂ ടു വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനികളുടെ ഭരണം ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ടി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടവകാശം അല്ലേ അതിലൂടെ സാധ്യമാകുന്നു. അത് മറ്റൊരു ഗുണമാണ്. കമ്പനികളിൽ ജനാധിപത്യപരമായിട്ടുള്ള നിയന്ത്രണം സാധ്യമാകുന്നു. ഇനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുന്നതിനുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്ന്,
Equity shares are not preferred by investors expecting steady return as dividend on equity shares are fluctuating. എല്ലാ മാസവും സ്റ്റഡി ആയിട്ട് കൃത്യമായിട്ട് ഒരു വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് ഷെയറിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാൾ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല ഇക്വിറ്റി ഷെയറിനെ. കാരണം എന്താണ്? ഇക്വിറ്റി ഷെയറിനെ സംബന്ധിച്ചോളം അതിൽ റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, ഫ്ലക്ച്വേറ്റിംഗ് ആണ് അല്ലേ. ഒരു മാസം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 4-5 മാസം ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരാം. ചില മാസങ്ങളിൽ നല്ല ഡിവിഡൻറ്റും കിട്ടും. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ മോർ ദാൻ അതർ സോഴ്സ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഈ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യുന്നതിനുണ്ടെന്ന കോസ്റ്റ് മറ്റ് പല സോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അഡീഷണൽ ഷെയർസ് ഡൈല്യൂട്ട്സ് ദ വോട്ടിംഗ് പവർ ആൻഡ് ഏണിങ്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അഡീഷണലായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടവകാശം ഡൈല്യൂട്ട് ചെയ്യുന്നു. അതുപോലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്സിനെയും അതെന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. ലാസ്റ്റ്, റേസിംഗ് ഫണ്ട്സ് ത്രൂ ഇക്വിറ്റി ഷെയർസ് റിക്വയർസ് മോർ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുന്നതിന് ഒത്തിരി പ്രൊസീജിയർ എന്താണ് നിയമ നടപടിക്രമങ്ങൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് ഇക്വിറ്റി ഷെയറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് ക്ലാസ് ഇവിടെ നിർത്താം. എനിക്ക് 7 മണിക്ക് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നാളെ ഇനി ക്ലാസ് ആയിട്ടില്ല, നാളെ സൺഡേ ഞാൻ ക്ലാസ് ആയിട്ടില്ല. 7 മണിക്ക് നാളെ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഏകദേശം കുട്ടികളുടെ പേപ്പർ ഞാൻ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി കുറച്ച് കുട്ടികളുടെ പേപ്പർ കൂടെ തിരുത്തി കൊടുക്കാനുണ്ട്. അത് കഴിയുമ്പോൾ മൊത്തത്തിലുള്ള മാർക്ക് ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച 5 മണിക്ക് 5 മണിക്ക് എന്ന് പറയാൻ 5 മണിക്ക് ആർക്കും പ്രശ്നമുണ്ടോ? 5 മണിക്ക് എന്ന് പറയുന്നത് കാരണം 7 മണിക്ക് ഏതെങ്കിലും ക്ലാസ് വേറെ കാണും. അപ്പോൾ അതുകൊണ്ടാണ് 5 മണിയെന്ന് പറയുന്നത്. 5 മണിക്ക് കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ 6 മണിക്കാകാം. 5 മണിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 5 മണിക്ക് പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, 5 മണിക്ക് നമുക്ക് തിങ്കളാഴ്ച. അപ്പോൾ നാളത്തെ ടെസ്റ്റ് പേപ്പർ എല്ലാവരും ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നാളെ ക്ലാസ് ആയിട്ടില്ല, നാളെ ടെസ്റ്റ് പേപ്പറാണ്. നാളെ ഇനി ക്ലാസ് ആയിട്ടില്ല, നാളെ ടെസ്റ്റ് പേപ്പറാണ്. അപ്പോൾ നാളെ ടെസ്റ്റ് പേപ്പറിന് നന്നായിട്ട് നിങ്ങൾ പഠിച്ച് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പറിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നമ്മൾ ചുമ്മാ ബുക്ക് നോക്കിയാൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നുള്ളത് മാത്രം. കുറച്ച് മാർക്കെങ്കിൽ കുറച്ച് മാർക്ക് നമ്മൾ പഠിച്ച് നമ്മൾ എഴുതുക. നമ്മൾ പഠിച്ച് എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? നാളെ ടെസ്റ്റ് പേപ്പറേ ഉള്ളൂ 7 മണിക്ക്. പിന്നെ നാളെ ഇനി എന്തെങ്കിലും ക്ലാസ് ആയിട്ട് ഉണ്ടോ? ഏതെങ്കിലും വിഷയം ക്ലാസ് കാണാൻ സാധ്യതയില്ല, സൺഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് നാളെ 7 മണിക്ക് നമ്മുടെ ടെസ്റ്റ് പേപ്പർ നമുക്ക് നടത്താം. നാളെ ക്ലാസ് ആയിട്ടില്ല. നമ്മുടെ ഇനി ക്ലാസ് തിങ്കളാഴ്ച 5 മണിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് നിർത്താമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.